കോഴിക്കോട് കാപ്പാട് കാറ്റിൽ കാറ്റാടി മരങ്ങൾ കടപുഴകി. 9 മരങ്ങളാണ് കടപുഴകി വീണത്. വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. വിവരങ്ങൾ രാഹുൽ കെ വി നൽകും. രാഹുൽ, ഇത് മുറിച്ചു നീക്കാനും റോഡ് ഗതാഗത യോഗ്യമാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണോ ഇപ്പോഴും? മോത്തി, മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. 9 മരങ്ങളാണ്. അതായത് അതിശക്തമായ കാറ്റാണ് വീശിയത്. മഴ, മണ്ണിടിച്ചിൽ, കാറ്റ്, അങ്ങനെ എല്ലാം കൊണ്ടും നാശനഷ്ടം വലിയ രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട്. ശക്തമായ കാറ്റ് വീശി 9 മരങ്ങൾ, കാറ്റാടി മരങ്ങൾ കടപുഴകി വീഴുകയാണ് ഉണ്ടായത്. ഇതിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് വീണത്. ലൈൻ ഒടിഞ്ഞു. അതുപോലെ അങ്ങനെ പോസ്റ്റുകൾ തകർന്നു. 6 ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നു വീണത്. അപ്പം ഇതിനടുത്ത് തന്നെ ജോലിയിൽ ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും പരിക്കേൽക്കാതിരുന്നത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതിൽ KSEB ജീവനക്കാർ സ്ഥലത്ത് വന്ന് വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വലിയ നാശനഷ്ടമാണ് മഴയിലും കാറ്റിലുമൊക്കെ. വടക്കൻ ജില്ലകളിൽ പൊതുവെ ഒരുപാട് നാശനഷ്ടവും രൂക്ഷമായ മഴ കെടുതിയും ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു സംഭവം. നിരവധി മരങ്ങൾ കടപുഴകി വീണു.